എല്ലാവരും കാശ്മീരിൽ നടന്ന പ്രശ്നങ്ങളെല്ലാം കണ്ടും കേട്ടുമൊക്കെ കാണുമല്ലോ അല്ലേ. കഴിഞ്ഞ കുറച്ച് ദിവസത്തേക്ക് മുമ്പ് ഇങ്ങനെ ന്യൂസിൽ എവിടെയോ ഞാനിങ്ങനെ വായിച്ചതായിട്ടോ കേട്ടതായിട്ടോ എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ തീവ്രവാദികളെന്ന് സംശയം തോന്നുന്ന കുറച്ച് ആളുകളെ കണ്ടിരുന്നതായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് വന്നു. അപ്പോഴേ എൻ്റെ മനസ്സിലൊന്നും ഒരു പേടി പോലായിപ്പോയി. ദൈവമേ, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാകും അങ്ങനൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പം എന്താ അവിടെ നടന്നതല്ലേ. സത്യം പറഞ്ഞാൽ ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത് തീവ്രമായിട്ടുള്ള എന്തിനെയാണ് അവർ വാദിക്കുന്നത്, എന്ത് കാര്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഉദ്ദേശങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം എന്തിനാണ് ഈ തീവ്രമായ ചിന്തകളുമായിട്ട് ജീവിക്കുന്നത് അല്ലേ. അവർക്ക് ഈ പാവം കുറേ മനുഷ്യരെ കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ഒരു ജോലി. അതിലൂടെ എന്ത് നഷ്ടമാണ് ഒരു രാജ്യത്തിനുണ്ടാകുന്നത്, ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ബോധം ഇവർക്കുണ്ടോ? സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ മനസ്സാണ് പ്രശ്നം. ഇവരുടെ മനസ്സിൽ കുഞ്ഞിലേ തൊട്ട് കേട്ട് അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിനെ വികലമാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു മാനസികാവസ്ഥയാണ്, മാനസിക വൈകല്യത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ മനുഷ്യരെ കൊല്ലുക എന്നുള്ള രീതിയിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ 10 പേരെ കൊന്നു കഴിഞ്ഞാൽ അത്രയും ഒരു എന്താ പറയുക, ഒരു ആളായി മാറും മറ്റുള്ളവരുടെ മുന്നിൽ അല്ലേ. കുറേ തീവ്രവാദികളുണ്ട്. അപ്പം അങ്ങനെ പേര് കേട്ട് ഒരു തീവ്രവാദിയായി മാറാനായിട്ടുള്ള ഓരോ മനുഷ്യരുടെ ചിന്ത ഇല്ലേ. തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ടുള്ള ഒരു ചിന്ത. ഇതുകൊണ്ടൊക്കെ എന്ത് ലക്ഷ്യമാണ് അവർ നിറവേറ്റുക എന്നുള്ളതാണ്. എന്തായാലും ഒരു കാരണവശാലും ഈ കാശ്മീരിൻ്റെ ഭാഗങ്ങളൊന്നും മറ്റൊരു രാജ്യത്തിനും കൊടുക്കാനായിട്ട് തയ്യാറാകില്ല. ഈ ഒപ്പം ഉള്ളതിനെ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഇങ്ങോട്ട് കയറി എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അത് ആരാണോ ചെയ്തത് അവരെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും തിരിച്ചും ഉണ്ടാവും. എനിക്ക് പറയാനുള്ളത് ഈ തീവ്രമായ ചിന്താഗതിയുമായിട്ടുള്ള തീവ്രവാദികൾ എന്നറിയപ്പെടുന്ന ഈ കുറേ മനുഷ്യർ, അവരെ ഇല്ലാണ്ടാക്കണമെങ്കിൽ ഈ എല്ലാ രാജ്യങ്ങളും കൂടി ഒരുപോലെ നിന്നാലേ നടക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ നിൽക്കില്ല. നമ്മുടെ അയൽ രാജ്യങ്ങളുടെയൊക്കെ സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതൊന്നും നടക്കാത്ത കാര്യമാണ്. അപ്പം ഏതെങ്കിലും വഴിയെ കൂടെ അല്ലേ ഓരോരോ രാജ്യത്തിന്, ഇപ്പം നമ്മൾ ചൈനയും നേപ്പാളും എങ്ങനെയാണ്, ആരാണ് ഭരിക്കുന്നത് അല്ലേ. അങ്ങനെ എവിടെയും ഒരു പ്രശ്നമുണ്ടാക്കി അതുവഴി ആ രാജ്യത്തെ സ്വന്തം വരുതിയിലാക്കണം എന്ന ചിന്താഗതിയായിട്ട് നടക്കുക. ഇതൊക്കെ ഈ നാട്ടിലുള്ള ചില കൊനഷ്ട പിടിച്ച മനുഷ്യരുടെ സ്വഭാവം പോലെ നമുക്ക് തോന്നും. ഇതുപോലൊക്കെ തന്നെ വീടുകളിൽ പെരുമാറുന്നവരൊക്കെ ഉണ്ട്. ഓരോ വീടുകളിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കുക, എന്നിട്ടെല്ലാം തൻ്റെ അധീനതയിലാക്കുക. അപ്പം തീവ്രവാദികളെ പറഞ്ഞു വിടുന്നത് ഈ പ്രശ്നങ്ങളുണ്ടാകും, ഇത് വലിയൊരു പ്രശ്നമായി മാറും. അപ്പം ഒന്നാമത് നമ്മുടെ പ്രധാനമന്ത്രി സ്ഥലത്തില്ല. അപ്പം ഇത് ഒരു കലാപത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ മാറുക, കുറേ ആളുകൾ ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുക അല്ലേ, അതിനെ അടിച്ചമർത്താനായിട്ടുള്ള ശ്രമങ്ങൾ. ഇടയ്ക്ക് മണിപ്പാൽ നടന്നത് എന്തൊക്കെയാണ്. നമുക്ക് ഇത് ഇന്ത്യയിൽ തന്നെയാണോ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്, എന്തുകൊണ്ടൊന്നും തിരിച്ചടിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് തോന്നും. പക്ഷേ ഭരിക്കുന്നവർക്ക് അവരുടെ ചിന്ത എന്താണ്, അവർക്ക് തീർച്ചയായിട്ടും അറിയാം എന്തുകൊണ്ടാണ് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ ഉള്ള കാൽക്കുലേഷൻ അവർക്കുണ്ട്. സാധാരണക്കാർക്ക് എന്തിനാണ് ഞാൻ നോക്കിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ഒരു നിയമ സംവിധാനമുള്ള നമ്മുടെ ഈ രാജ്യത്ത് അങ്ങനെ എടുത്തടിക്കുന്ന പോലെ പലതും ചെയ്യാനുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒന്നും ആർക്കും ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ പറ്റുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതും സിനിമയിൽ മാത്രമേ ഉള്ളൂ. അത് യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുമ്പം പല കാര്യങ്ങളും അതിന്
ബാധകമായി വരും. എന്തായാലും നഷ്ടപ്പെടാനുള്ള ജീവനുകൾ, വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പം നമ്മൾ എന്ത് ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അല്ലാതെ കൂടുതലായിട്ട് എന്ത് പറയാൻ. നമുക്കിങ്ങനെ വിഷമങ്ങൾ, ഇപ്പം ഇന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് എല്ലാവരും ഇട്ടിരിക്കുന്ന ആദരാഞ്ജലികൾ. ഇങ്ങനെയൊക്കെയുള്ള ന്യൂസ്, ഇങ്ങനെയൊക്കെ ഈ ആദരാഞ്ജലികൾ, പ്രണാമം എന്നൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊന്ന് പറഞ്ഞാൽ ഉടനെ നമുക്കുള്ള ഒരു കടമ തീരുമോ? അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് ലഭിക്കുക? ആർക്കെങ്കിലും എന്തെങ്കിലും? ഈ ലോകം മുഴുവനുള്ള ആളുകൾ ഇരുന്നുകൊണ്ട് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ച വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് എന്താണ് കിട്ടുന്നത് എന്നുള്ളത്, ഒരു ആദരവ് അർപ്പിക്കുന്നു എന്നുള്ളത് അല്ലേ? ഒരു മരണം എന്ന് പറയുന്നത് അവിടെ എന്ത് ആദരവാണ് അർപ്പിക്കുക? അത് ഏത് തരത്തിലാണ് അതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റുക? ഇപ്പം നമ്മൾ മരണ വീട്ടിൽ ചെന്ന് നമ്മൾ അവരെ ഒന്ന് തൊഴാറുണ്ട് അല്ലേ? ഒരു നിമിഷം അവർക്ക് വേണ്ടിയിട്ടൊരു പ്രാർത്ഥനയാണ് അവിടെ ചെയ്യുന്നത്. അതായത് ഏതായാലും മരണപ്പെട്ടു, അവർക്ക് ഇനിയുള്ള ഒരു വിശ്വാസപ്രകാരം അവരുടെ ആത്മാവിന് ശാന്തി ഉണ്ടാവട്ടെ എന്ന ഒരു പ്രാർത്ഥന. പിന്നെ അല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മരിച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മളെന്താണ് അവരെ ഒരു നിമിഷം അല്ലേ, അവരിലൂടെ ആണ് നമ്മളുടെ ഇന്നത്തെ ജീവിതം നിലനിൽക്കുന്നത് എന്ന ഓർമ്മ ഓർക്കുക എന്നുള്ളതാണ്. എത്രയോ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. അതൊക്കെ ആ ഒരു സമയത്തെ ഓർമ്മകൾ മാത്രമാണ് എല്ലാവർക്കും. ഇന്നിപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായി, ഇതിപ്പം കുറച്ച് ദിവസത്തേക്ക് അതിനെക്കുറിച്ചുള്ള ചർച്ചയും മറ്റു കാര്യങ്ങളും, പിന്നെ അതങ്ങ് മറക്കും. പക്ഷേ ഇത് ഏത് ദിവസം നടന്നു എന്ന് മറക്കാതെ ഇരിക്കുന്ന ഒരു ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അവരുടെ ബന്ധുക്കളും അല്ലേ, ഭാര്യയോ ബന്ധുക്കളോ വീട്ടുകാരോ ഒക്കെ ഈ ദിവസം മറക്കത്തില്ല. ബാക്കി ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നവരെല്ലാം മറന്നുപോകും ഇല്ലേ? അത് സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ ഒരു ചിന്തയും കാര്യങ്ങളും അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളും. പിന്നെ എല്ലാവരും ആദരാഞ്ജലികൾ പറയും, നമ്മൾ ശരി ആദരാഞ്ജലി. പക്ഷേ ഇതുവരെ ഞാൻ ഈ ആദരാഞ്ജലികൾ എന്നുള്ളൊരു സംഭവം ഞാൻ എവിടെയും ചെയ്തിട്ടില്ല. ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസായിട്ട് വെച്ചിട്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടില്ല. പിന്നെ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഒരു ഇത് കാണുമ്പോൾ ഒരു തൊഴുകൈ എന്നുള്ള രീതിയിൽ എനിക്കങ്ങനെ അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുവാണെങ്കിൽ അത്രമാത്രം ആരെങ്കിലും സ്റ്റാറ്റസ് കാണുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പൂ, ആ ഒരു സ്നേഹം അല്ലേ? പൂവെന്ന് പറയുമ്പോൾ അത്രയ്ക്കും പ്യൂരിറ്റി ആണല്ലോ അതിനകത്തിൽ കാണിക്കുന്നത്. അങ്ങനെ അല്ലാതെ ഈ ആദരാഞ്ജലികൾ എന്നുള്ളൊരു കാര്യം ഞാൻ ചെയ്യാറില്ല. അതിൽ എനിക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ തന്നെ കുറേ ആളുകൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് റോസാപ്പൂ ഒക്കെ 4 വശം വെച്ചിട്ട് അതങ്ങോട്ട് ശരിയാക്കി ഇട്ടിട്ട് അങ്ങോട്ട് നെറ്റിലോട്ട് അങ്ങോട്ട് വാരി വിതറും പല മോഡലിൽ. ഇത് കാണാനിരിക്കുന്ന കുറേ മനുഷ്യരെല്ലാവരും അതിനെ കുറേ ഇങ്ങോട്ട് ക്യാച്ച് ചെയ്യുമെന്ന് പറയുന്ന പോലെ എടുത്തിട്ട് അങ്ങോട്ട് അയക്കുന്നു, ഇങ്ങോട്ട് അയക്കുന്നു, സ്റ്റാറ്റസ് ഇടുന്നു, അല്ലാതെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, എന്തെല്ലാം പരിപാടികൾ കാണിക്കുന്നു. ഇതാണോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട രീതി? എനിക്കിത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും ഒരു വിധിയല്ല. ആദരാഞ്ജലികളിലൂടെ എന്താണ് നമ്മൾ പ്രകടിപ്പിക്കുക? ഒന്നും പ്രകടിപ്പിക്കുന്നില്ല, വെറുതെ. ഇതിലൊന്നും ഒരു അർത്ഥവുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അതൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഫീലാണ്, ഓരോരുത്തരുടെയും ഓരോ കൺസെപ്റ്റാണ്. എൻ്റെ കൺസെപ്റ്റ് ഞാൻ പറയുകയാണ്, ഞാൻ ആ ഒരു രീതിയിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പം ഒരു ഇതുണ്ടായി, നമ്മൾ അവരെ കാണാൻ ശ്രമിക്കുന്നു അല്ലേ? എത്ര പ്രശ്നം ഉണ്ടായാലും ഒരു മരണം നടക്കുമ്പോൾ നമ്മൾ അവരെ പോയി കാണും. എന്തിനാണ്? ഇനി ഒരിക്കലും അവരെ കാണാൻ പറ്റില്ല. നമ്മൾ എത്ര വിചാരിച്ചാലും അവരെ നമുക്ക് കാണാൻ പറ്റില്ല. ഫോട്ടോ എടുത്ത് വെച്ച് നോക്കാം, അല്ലാതെ നമുക്ക് നേരിട്ട് കാണാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ടാണ് മരിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും മാക്സിമം അറിയിക്കുക എന്നുള്ളതും അവർക്ക് വരാനുള്ളവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം അങ്ങനെ ഒരു അനുഭവമാണ് ഈ മരണത്തിലൂടെ ഉണ്ടാകുന്നത്.
പ്രതീക്ഷിക്കാതെ അല്ലേ, അവർ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ ഇത്ര പെട്ടെന്നൊരു മരണം. പക്ഷെ അത് സംഭവിക്കേണ്ടതായിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ തിരിച്ചടി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, നമ്മുടെ സേനയ്ക്ക്. അപ്പോൾ അവരത് പെർഫെക്റ്റായിട്ട് ചെയ്യും. അപ്പം നമ്മൾക്കുള്ളിലൊരു പ്രാർത്ഥന ആവശ്യമായി വരും. ആരാണോ ഇതിന് കാരണക്കാരായത് ഇനി ഇങ്ങനൊന്നും ഉണ്ടാവാതിരിക്കാൻ എന്നിട്ടും നമ്മുടെ സേനയ്ക്ക് ബലം നൽകാനും അവരുടെ മനസ്സിന് ശക്തി നൽകാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കൊരു പ്രാർത്ഥന വേണമെങ്കിൽ ആവാം. കാരണം ആരെങ്കിലുമൊക്കെ ഈ നെറ്റ് യൂസ് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ ഫോണിൽ കാണുന്ന ഇവർക്ക് ഈ നമ്മുടെ സേനയ്ക്ക് എന്താണ് പറയുക, പൂർണ്ണ പിൻബലം നൽകുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള സ്റ്റാറ്റസുകളോ മറ്റ് വീഡിയോസുകളോ ഒക്കെ അങ്ങോട്ട് ചെയ്യുക. നമ്മളുടെ ആ ഒരു രക്തം തിളയ്ക്കുന്നതും നമ്മളുടെ ആ സ്നേഹം നമ്മുടെ സേനയ്ക്കൊപ്പം ഉണ്ട് എന്ന ഒരു തോന്നലും അവർക്കുണ്ടാകുമ്പോൾ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഏതൊരു പ്രതിസന്ധിയെ നേരിടാനും മരണത്തിന് തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോഴും താൻ മരിക്കില്ലെന്ന വിശ്വാസത്തോടെ പൊരുതി ജീവൻ തിരിച്ചു പിടിക്കുവാനും അവർക്ക് ആ ഒരു പിൻബലം ആവശ്യമാണ്. അതാണ് നമ്മൾ ഓരോരുത്തരും ഈ സമയത്ത് ചെയ്യേണ്ടത്. പ്രോത്സാഹനം നൽകുക. നമ്മുടെ സ്വന്തം ആളുകളെ ഇല്ലാണ്ടാക്കിയവർക്കെതിരെ കരുത്തോടെ മനഃശക്തിയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈ നെറ്റ് വഴി അല്ലെങ്കിൽ ഈ ലോകമുള്ള നമ്മുടെ മലയാളികളെല്ലാവരും അല്ലെങ്കിൽ ഇന്ത്യക്കാരെല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കണം. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്, എൻ്റെ ഒരു ചിന്താഗതി. ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വിഷമമുണ്ട്. അപ്പോൾ ആ വിഷമത്തെ കൂടുതലാക്കാനായിട്ട് ഈ കുറേ ഫോട്ടോസ് വെച്ചിട്ട് ആദരാഞ്ജലികളല്ല അർപ്പിക്കേണ്ടത്. പകരം എന്ത് ചെയ്യുക, അത് കഴിഞ്ഞിരിക്കുന്നു, ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അതിനുള്ള തിരിച്ചടി കൊടുക്കുക. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർക്കെതിരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കവിടെ തിരിച്ചടി കൊടുക്കാൻ എത്രയും പെട്ടെന്ന് നമ്മുടെ സേനയ്ക്ക് നമ്മൾ പൂർണ്ണ പിന്തുണ നൽകുകയാണ് ഈ സമയത്ത് വേണ്ടത്. ശരിയല്ലേ? എൻ്റെ മനസ്സങ്ങനെയാണ് ചെയ്യുന്നത്. മനസ്സുകൊണ്ട് ഞാനതാണ് ആഗ്രഹിക്കുന്നത്. നാളെ അവരങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓരോ നിമിഷവും പ്രാർത്ഥനയുമായിട്ട് നമ്മളിരിക്കുക. അല്ലാതെ വിഷമിച്ചിരുന്ന് അയ്യോ അവർ മരിച്ചു സമ്മതിച്ചു, അത് സമയം കഴിഞ്ഞു, പക്ഷേ അവരുടെ മരണത്തിനുള്ള പ്രതികാരം ചെയ്യാനുള്ള സമയമാണ് ഇതെന്ന് എല്ലാവരും ഓർക്കുക. അതിനായിട്ടുള്ള പവർ നമ്മൾ ഓരോ ഇന്ത്യക്കാരും നമ്മുടെ സേനയ്ക്ക് മുമ്പിൽ അർപ്പിക്കുക. നമ്മുടെ ഉള്ളിലെ ആ മനസ്സിൻ്റെ ശക്തി, നമ്മുടെ പ്രാർത്ഥന, ഇതെല്ലാവരും അവർക്ക് കരുത്തായി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. അതിനായിട്ടുള്ള പോസ്റ്ററുകളോ സ്റ്റാറ്റസ് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഓരോരുത്തരും അത് ചെയ്യുക. അത് അവരിലേക്ക് എത്തുമ്പോൾ അവർ 1-2 പേരൊക്കെ കണ്ടാൽ മതി, അവർ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കും. അവരുടെ ഉള്ളിലുള്ള പവർ എന്താണെന്ന് അവർ പുറത്തേക്ക് കൊണ്ടുവരും. അല്ലേ? ആ സപ്പോർട്ടുണ്ടല്ലോ, ഒരാളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആ സപ്പോർട്ടാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനും സേനയ്ക്കും വേണ്ടത്. തളർന്നിരിക്കുകയല്ല വേണ്ടത്. ശരിയല്ലേ?